ഹലോ. അപ്പം എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പല ദർശനമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട്. ഞാനും ശിവാക്ഷും എൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ദേ നമ്മുടെ നെല്ലായി റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് മുന്നേ തന്നെ മഴയൊക്കെ ഒന്ന് പെയ്ത് തോർന്ന് നല്ലൊരു അന്തരീക്ഷമായിട്ടാണ് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ മഴ പെയ്യണത് ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് ആകെ തോന്നുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണ്. എന്നാൽ രാത്രി നേരം അങ്ങനെയൊന്നും പെയ്താൽ കുഴപ്പമില്ല, ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ചൂടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതേ നമ്മൾ ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചത്ര തിരക്കില്ല റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായി, ഇന്ന് ഗുരുവായൂർ തിരക്കുണ്ടാവില്ല, വേഗം തൊഴാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ ഇവിടെ നെല്ലായിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഗുരുവായൂർക്ക് പോകുന്ന ആൾക്കാരുടെ. ഇന്നിപ്പോൾ അത്രയൊന്നും ഇല്ല. അപ്പോൾ ദേ ശിവാക്ഷ് മഴ പെയ്താലോ എന്നും പറഞ്ഞ് കുടയും ചൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാറായിട്ടുണ്ട്. ദേ അവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ദേ അച്ഛനും ശിവാക്ഷും കൂടി ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്, അല്ല കുറച്ച് ബാക്കിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിൻ വന്നു. കാത്തിരുന്ന ആളെത്തി. ഇന്ന് അത്ര വലിയ ലേറ്റായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ട്രെയിൻ തന്നെ തിരിച്ച് നമുക്ക് 2 മണിക്കുണ്ട് ഗുരുവായൂരിൽ. നമ്മൾ സാധാരണ അതിനാണ് വരാറ്. രാവിലെ ഈ ട്രെയിന് പോവും, തിരിച്ച് ഈ ട്രെയിന് തന്നെ വരും. അങ്ങനെ ദേ ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ എൻ്റെ അമ്മ ചിരിക്കുക. അമ്മയ്ക്കത് ശീലമൊന്നുമില്ലല്ലോ, ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ ചിരിക്കുക കേട്ടോ. കണ്ട എൻ്റെ മോനെ ഭീഷണിപ്പെടുത്തുക, ചുമ്മാതാട്ടോ. അതായത് അവൻ ചെരുപ്പ് ഊരി ഇടണം എന്നിട്ട് അവിടെ നടക്കണമെന്ന് പറയുക. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു അവിടെ നിറച്ച ചെളിയാണ്, നനഞ്ഞ് പിളിഞ്ഞ്, അപ്പം അത് കാരണം ചെരുപ്പ് ഊരണ്ടെന്നൊക്കെ പറയണതാണ് അമ്മ. അങ്ങനെ ദേ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും എല്ലാ ഓട്ടോറിക്ഷയിലും ആൾക്കാർ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിട്ടിയൊരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് ചാടി കയറി, അതും കൂടി പോകണ്ട വെച്ചിട്ട്. ശരിക്കും നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, എന്നിരുന്നാലും അമ്മയ്ക്ക് കാലിന് വയ്യാത്ത കാരണം നടക്കേണ്ടത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഓട്ടോ വിളിച്ചു. ഈ ഗുരുവായൂരത്തെ എത്തുമ്പോൾ അവിടെ സൈഡിലുള്ള കടകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ല കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അടുപ്പിച്ചായ കാരണം കുറച്ചും കൂടി ഭംഗി രാത്രി നേരം അതൊക്കെ ആകുമ്പോൾ ലേറ്റ് ആ ഒരു സന്ധ്യാസമയം കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും തോന്നുന്നു. ഗുരുവായൂർ വേറൊരു ഫീല് തന്നെയല്ലേ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തി. ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ വിചാരിച്ചാൽ അധികം തിരക്കായിരുന്നു. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ തൊഴാനായിട്ട് ക്യൂ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ബാഗും ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കണമല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും 2 മണിയാകുമ്പോൾ നമ്മൾ തൊഴുതിറങ്ങി അവിടെ നിന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റി. എല്ലാം ഒരു ഭാഗ്യമായിരുന്നു, കാരണം ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് തൊഴാനും പറ്റിയത്, ഭക്ഷണവും കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.